നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ഈ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമായി ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് 1600 രൂപ വീതം മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് എല്ലാവരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്ററിങ് കൃത്യമായി ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ തുക എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആ ഒരു തുകയും അവരുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മളുടെ ഈ ഒരു പെൻഷൻ തുക നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലേക്കാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവുമൊക്കെ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആധാർ കാർഡ് 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് എങ്കിൽ നമ്മൾ പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു ആധാർ കാർഡിലെ അഡ്രസ്സിൽ, അതായത് നമ്മൾ ഈ ഒരു ആധാർ കാർഡിലെ അഡ്രസ്സിൽ അല്ല ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുപേരിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി ഈ ഒരു ആധാർ കാർഡ് പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പുതുക്കിയതിന് ശേഷം മാത്രം ഇനിയുള്ള വരുന്ന മസ്റ്ററിങ്, അതായത് 2025 മസ്റ്ററിങ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു മസ്റ്ററിങ്ങിന് പോകുമ്പോൾ നമ്മളുടെ പുതുക്കിയ ആധാർ കാർഡുമായി പോയി മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ രീതിയൊക്കെ മാറുവാൻ പോകുന്നു എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ മാസവും ഒരു പക്ഷേങ്കിൽ പെൻഷൻ ലഭിക്കുമ്പോൾ തന്നെ മസ്റ്ററിങ് ചെയ്തുകൊണ്ട്, അതായത് കൈയുടെ വിരലടയാളം പതിച്ചുകൊണ്ട് മസ്റ്ററിങ് ചെയ്തുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ മസ്റ്ററിങ്ങിനെയൊക്കെ മാറ്റുവാൻ സംസ്ഥാന സർക്കാരൊക്കെ ശ്രമിക്കുന്നു എന്ന വാർത്തകളാണ് വന്നിരുന്നത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്ന വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു മസ്റ്ററിങ് നടത്തിക്കൊണ്ട് പെൻഷൻ കൊടുക്കുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ മസ്റ്ററിങ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ആധാർ കാർഡിലെ ചേഞ്ചസ് ഒക്കെ നമ്മളുടെ പെൻഷനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അറിയിക്കുവാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്